കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. ഇലകൾ വീഴ പൂക്കളുടെ കുളം എന്നതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ കാറ്റുള്ളതിനാൽ ഇലകൾ കൊണ്ടുപോകുന്നതിനാലാണ് ഇലവീഴ പൂഞ്ചിറ എന്നും പറയുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളും ഈ സ്ഥലത്തെ മനോഹരിയാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ പിടിക്കാനും അതുപോലെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. തോണിപ്പാറ, കുടയത്തൂർ മല, മാങ്കുന്ന് എന്നീ 3 മനോഹരമായ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പൂഞ്ചിറ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നതാണ്. ഒരു തികഞ്ഞ കണ്ണാടി പോലെ സൂര്യനെ പ്രതിഫലിപ്പിക്കുന്ന പാറക്കെട്ടുകളുടെ ഒരു താഴ്വരയാണ് ഇത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീപ്പ് സഫാരിയാണ്. ഇതിലേക്കൂടെ ജീപ്പ് സഫാരി ചെയ്യാൻ നല്ല രസമാണ്. നല്ല ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാർ ശ്രദ്ധിച്ച് പാസഞ്ചറെ വളരെ ഹാപ്പിയാക്കിയാണ് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ. റിസ്ക് എടുത്ത് ആ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാർ ഇതിൽ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നോക്കി നിന്ന് പോകും. പിന്നെ നമ്മൾ നടന്ന് കയറുകയാണെങ്കിൽ നല്ല ഇളം കാറ്റ്, ശുദ്ധമായ വായു, പിന്നെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മുകളിൽ പോകാം. വിനോദസഞ്ചാരികൾക്കായി DTPCയുടെ വിശ്രമ സങ്കേത സ്ഥലം ഇവിടെയുണ്ട്. പിന്നെ നല്ല ഇടിയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഇതിൻ്റെ മുകളിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിവെട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീപ്പ് ഓടിച്ചു വരുന്ന ചേട്ടനെ കണ്ടോ, എന്ത് റിസ്ക് എടുത്താണ് ആ വഴിയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. ആ വഴിയുടെ അവസ്ഥ, എല്ലാ കല്ലുകളും കുഴികളൊക്കെ നിറഞ്ഞ വഴിയിൽ കൂടെയാണ് ആ ചേട്ടന്മാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ആ വഴി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് എന്നാണെങ്കിലും ജീപ്പ് സവാരി ഒരു മനോഹരമായ അനുഭവം തന്നെയാണ്. ഇതിലെയുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ്. ജീപ്പ് സവാരി നടത്തുന്ന യാത്രക്കാരെ അവർ അഗസ്ത്യമുനി താമസിച്ച ഗുഹ കൊണ്ടുപോയി കാണിക്കും. അതിൻ്റെ അടുത്ത് തന്നെ മലങ്കര ഡാമിൻ്റെ വ്യൂ നമുക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. മഹാഭാരതത്തിലെ ഇതിഹാസ നായികയായ പാഞ്ചാലി വന്ന് കുളിക്കുന്ന സ്ഥലം എന്നൊരു ഐതിഹ്യം കൂടെ ഇവിടെയുണ്ട്. ആ ജീപ്പിൽ വരുന്ന യാത്രക്കാരെ കണ്ട് അവർ ഹാപ്പിയായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ടാറ്റയൊക്കെ തന്ന് കൈകളൊക്കെ കാണിച്ചാണ് അവർക്ക് ഉല്ലാസകരമായ യാത്രയാണ് അവർ പങ്കിടുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് മഴയുള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോൾ കോടയൊക്കെ കാണാം എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ കോട കാണാൻ സാധിച്ചില്ല. കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും മനോഹരമായേനെ. അതാണ് പൂഞ്ചിറ. പാഞ്ചാലി കുളിക്കുന്ന കുളം എന്ന് പറയുന്നത് അതാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് നമ്മുടെ ദേശീയ പതാക ജീപ്പിൽ ഉണ്ട്. ജീപ്പൊക്കെ ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം. നല്ല ആസ്വദിക്കാനുള്ള മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്.
ആ കാണുന്ന ട്രെയിനിൻ്റെ ബോഗി പോലെയുള്ളത് പണ്ട് കാലത്ത് പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴത് ഉപയോഗശൂന്യമാണ്. തൊട്ടു താഴെ വേറൊരു കെട്ടിടം നമുക്കത് കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണല്ലേ കാഴ്ചകൾ. എന്തായിരിക്കും അതിൻ്റെ അകത്ത്? അയ്യോ, പട്ടി! ഞാൻ ഓർത്തു കടിച്ചെന്ന്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മലങ്കര ഡാം കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ മലങ്കര ഡാം കാണാൻ. നേരെ അങ്ങ് പോകുമ്പോൾ നമുക്ക് മുനിയറ ഗുഹയിലേക്ക് ചെല്ലാം. പക്ഷെ അത് റിസ്ക് പിടിച്ച പാതയാണ്, അതാരും പോകരുത്. ഇവിടെ വരുമ്പോൾ നമുക്ക് സാഹസികതയൊക്കെ കാണിക്കാനൊക്കെ തോന്നും, പക്ഷെ കാണിക്കരുത്. നമ്മുടെ ജീവനാണ് മുഖ്യം. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ പറയുന്നത്. എന്ത് ഭംഗിയാണല്ലോ ഇവിടുന്ന് താഴ്വരകളൊക്കെ കാണാനും, പിന്നെ ആകാശം മുട്ടി നിൽക്കുന്ന പോലെ കുന്നുകളൊക്കെ നിൽക്കുന്നത് കാണാനൊക്കെ എന്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ ജലാശയവും മലങ്കര ഡാമിൻ്റെ വ്യൂ ഒക്കെ എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ. നീ ഇരിക്കട്ടെ, വൈറലായിരിക്കും. ഇങ്ങോട്ടാ കയ്യിലൊന്നും എടുത്തു എനിക്ക്. ആണോ? ഇളം കാറ്റുകൊണ്ട് അവിടുത്തെ പുല്ലുകളും ചെറിയ മരങ്ങളൊക്കെ അടന്നു കാണാൻ എന്ത് നല്ല രസമാണ്. അതുപോലെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ എത്ര മനോഹരമാണെന്നറിയാമോ. തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കാറ്റാണ് വരുന്നത്. നല്ല സുഖകരമായ കാറ്റും. പിന്നെ ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോഴാണേലും ആ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗി. അതുപോലെ ആ മലങ്കര ഡാമും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അവധി ദിവസമായതുകൊണ്ട് ഒത്തിരി വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാൻ എത്ര മനോഹരമാണല്ലേ. എത്ര ഭംഗിയായിട്ടാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ. പിന്നെ ജീവിതത്തിലെ ജോലിഭാരം, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവരൊക്കെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടും. അതുറപ്പാണ്. നല്ലൊരു അനുഭവം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. കുറച്ച് നേരമെങ്കിലും നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാം. വിനോദസഞ്ചാരികളുടെ ഇരിപ്പ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇരിക്കുന്നത് എത്ര സുഖകരമായ അനുഭവമാണെന്നുള്ളത്. ഇതുവരെയും ഇലവീഴ പൂഞ്ചിറ വരാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ വരിക. നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ വിദേശത്തൊക്കെയുള്ളവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവരെയും കൊണ്ടുവരിക. അതിമനോഹരമായ കാഴ്ചയും ഇളം കാറ്റിൻ്റെ നല്ലൊരു അനുഭവമാണ് നമുക്ക് തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റും ഇടുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജീപ്പ് ഓടിച്ചുകൊണ്ട് വരുന്ന ചേട്ടൻ എത്ര റിസ്ക് എടുത്താണ് ആ ജീപ്പ് ഓടിക്കുന്നത്. വരുന്ന വരവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ അതിലിരുന്ന് യാത്ര ചെയ്യാനാണേലും നല്ല രസമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മനോഹരമാണ്. എന്നാണെങ്കിലും അതിലെ യാത്രക്കാരെല്ലാം ഹാപ്പിയാണ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിള്ളേർ സെറ്റും നല്ല അടിച്ചു പൊളിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്.